ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. ولا يحسبن الذين يبخلون പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കേണ്ടതില്ല ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയ സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കേണ്ടതില്ല ഹുവ ഖൈറൻ ലഹും അവരുടെ പിശുക്ക് അവർക്ക് ഉത്തമമാണെന്ന് വിചാരിക്കേണ്ടതില്ല ബൽ ഹുവ ശർറുൻ ലഹും മറിച്ച് അതവർക്ക് വലിയ നാശമാണ് സയുതവഖൂന മാ ബഖിലൂ ബിഹി അവർ പിശുക്ക് കാട്ടിയ സമ്പത്ത് അവർക്ക് മാലയായി അണിയിക്കപ്പെടും യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ വളയമായി ധരിപ്പിക്കപ്പെടും വലില്ലാഹി മീറാത്തുസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ അനന്തരാവകാശം അല്ലാഹുവിന് മാത്രമുള്ളതാണ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിപൂർണ അറിവുള്ളവനാണ്. ഈ പരിശുദ്ധ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്കും അവരിലൂടെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടേണ്ട സമ്പത്ത് മറ്റുള്ളവർക്ക് നൽകാതെ പിശുക്കി വെക്കുന്നതായ ആളുകൾക്ക് വളരെ ഗൗരവമായ ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله ഒന്നാമതായി സമ്പത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന സഹോദര സഹോദരി നിങ്ങളുടെ സമ്പത്ത് സ്വന്തം പണമല്ല മറിച്ച് പടച്ചവൻ അവന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച വസ്തുവാണ്. പടച്ചവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്കും ആ സമ്പത്ത് ലഭിച്ചിട്ടില്ലാത്തവർക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ്. പിന്നെ എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് കൊടുത്തുകൂടായിരുന്നു. ഇതിന് മറുപടി ഖുർആനിന്റെ മറ്റ് ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ലോകകാര്യങ്ങൾ നടക്കുന്നതിന് കുറെ ആളുകൾ സമ്പന്നരാകലും കുറെ ആളുകൾ നിർധനരാകലും ആവശ്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം സമ്പത്ത് നൽകപ്പെട്ടവരെ ആ സമ്പത്ത് പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. അതിലൂടെ നിങ്ങൾ ഇരുലോകത്തും വിജയിക്കുന്നതിനാണ്, മറ്റുള്ളവർക്ക് ഗുണമാകാനാണെന്ന് മനസ്സിലാക്കുക. ولا يحسبن الذين يبخلون بما آتاهم الله من فضله. രണ്ടാമത്തെ കാര്യം
ആ പടച്ചവൻ നൽകിയ സമ്പത്ത് നിങ്ങൾ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ധർമ്മിഷ്ഠത എന്ന മഹത്തായ ഗുണം ഉണ്ടായിത്തീരുന്നതാണ്. എന്നാൽ നിങ്ങൾ ആ സമ്പത്ത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ എന്നല്ല അതിൽ നിന്നും ഒളിച്ചോടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിശുക്ക് എന്ന് പറയുന്ന വളരെ മോശമായ നാമം പിടിപെടുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ധർമ്മിഷ്ഠൻ അള്ളാഹുവിലേക്കും ജനങ്ങളിലേക്കും അടുത്തവനാണ്, സ്വർഗത്തിലേക്കും അടുത്തവനാണ്, നരകത്തിൽ നിന്നും അകന്നവനാണ്. പിശുക്കൻ അള്ളാഹുവിൽ നിന്നും ജനങ്ങളിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അകന്നവനാണ്, നരകത്തിലേക്ക് വളരെയധികം അടുത്തവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അയ്യു ദാഇൻ അദ്വഅു മിനൽ ബുഖൽ, പിശുക്കിനേക്കാളും വലിയ രോഗം മറ്റൊന്നുമില്ല. മൂന്നാമതായി അല്ലാഹു ഉണർത്തുന്നു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും. ദാനധർമ്മങ്ങളുടെ അവസ്ഥ വരുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുന്നത് വലിയ സാമർഥ്യമായിട്ടാണ് പിശുക്കന്മാർ വിചാരിക്കുന്നത്. മസ്ജിദിന് പൈസ കൊടുക്കേണ്ടി വന്നില്ല, മദ്രസയ്ക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല, സാധുക്കളെ സഹായിക്കേണ്ടി വന്നില്ല, കുറെ നുണകൾ പറഞ്ഞ് എനിക്ക് ധർമ്മത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. ഇത് വലിയ മിടുക്കായിട്ടും മഹത്വമായിട്ടും അവർ കാണുന്നു. അള്ളാഹു പറയുന്നു, അതവർക്ക് അല്പം പോലും മിടുക്കല്ല, അല്പം പോലും നന്മയല്ല. ബൽ ഹുവ ശർറുൻ ലഹും, മറിച്ച് അവരുടെ ഈ പിശുക്ക് അവർക്ക് വലിയ നാശമാണ്, വലിയ നഷ്ടമാണ്. കാരണം അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് പൂഴ്ത്തിവെക്കാൻ വേണ്ടിയുള്ളതല്ല, അത് ന്യായമായ നിലയിൽ സ്വയം ഉപയോഗിക്കുന്നതിനോടുകൂടി ആവശ്യക്കാരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് നാശമാണ്. ഈ ലോകത്തും നാശമാണ്, പരലോകത്തിലും നാശമാണ്. ഈ ലോകത്ത് നിന്ദിനായി ജീവിക്കേണ്ടി വരും, പരലോകത്താകട്ടെ വലിയ ശിക്ഷയ്ക്ക് ഇരയായി തീരും. അള്ളാഹു പറയുന്നു, സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അവർ പിശുക്ക് കാണിച്ച സമ്പത്തിനെ ഖിയാമത്ത് നാളിൽ അവരുടെ കഴുത്തിൽ വളയമായി ധരിപ്പിക്കപ്പെടുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കൂടുതൽ വ്യക്തമായും ശക്തമായും വിവരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ ആതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹ, ആർക്കെങ്കിലും അല്ലാഹു സമ്പത്ത് കൊടുത്തു, അവനതിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടിയില്ല എങ്കിൽ, മുസ്ലിന ലഹു ശുജാഅൻ അഖ്റഅ, ആ സമ്പത്തിനെ ഒരു കഷണ്ടി തലയനായ സർപ്പമായി രൂപം നൽകപ്പെടുന്നതാണ്. യുതവഖഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ കഴുത്തിൽ അതിനെ അണിയിക്കപ്പെടുന്നതാണ്, വളയമായി അണിയിക്കപ്പെടുന്നതാണ്. അതായത് ആ പാമ്പ് അവന്റെ കഴുത്തിൽ ചുറ്റി പിണഞ്ഞു കിടക്കും. യഅഖുദു ബിലഹ്സമതൈഹി ഐ ശിദ്ഖൈഹി, ആ പാമ്പ് അവന്റെ രണ്ട് കടവായെയും കടിച്ചു പറിക്കുന്നതാണ്. സുമ്മ യഖൂൽ, എന്നിട്ടത് പറയും, അന മാലിക്, ഞാൻ നിന്റെ പണമാണ്, അന കൻസുക്, ഞാൻ നീ സൂക്ഷിച്ചു വെച്ചതായ സമ്പത്താണ്, ബാങ്കിലും മറ്റും നീ സൂക്ഷിച്ചു വെച്ച, ആരും അറിയാതെ വിവിധ സ്ഥലങ്ങളിൽ നീ സൂക്ഷിച്ചു വെച്ച സമ്പത്താണത്. സുമ്മത്തലാ ഹാദിഹിൽ ആയത, എന്നിട്ട് ആദരവായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിലത് വളയമായി ധരിപ്പിക്കപ്പെടുന്നതാണ്. വലില്ലാഹി മീറാത്തുസ് സമാവാതി വൽ അർദ്. ശേഷം അല്ലാഹു പറയുന്നു, യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ള എല്ലാ സമ്പത്തുകളും പടച്ചവന്റെ ഉടമാധികാരത്തിൽപ്പെട്ടതാണ്. പണക്കാരന്റെ പണം, ആരോഗ്യവാന്റെ ആരോഗ്യം, സുന്ദരന്റെ സൗന്ദര്യം, സ്ഥാനമാനങ്ങളുള്ളവരുടെ സ്ഥാനമാന മഹത്വങ്ങൾ എല്ലാം പടച്ചവന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. പിന്നെ സൃഷ്ടികൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് താൽക്കാലികമായ നിലയിലാണ്. അൽമാലു ദുല്ലുൻ സാഹിൽ, സമ്പത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാറിപ്പോകുന്ന തണലാണ്. അതുകൊണ്ട് അല്ലാഹു നൽകിയ സമ്പത്ത് പടച്ചവന് പൊരുത്തമായ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ അവർ വലിയ നന്മയാണ് പ്രവർത്തിക്കുന്നത്. പടച്ചവന് വലിയ സന്തോഷമുണ്ടാകും, പടച്ചവന്റെ പൊരുത്തം അവർക്ക് ലഭിക്കും. ഒരാൾ നമ്മുടെ കയ്യിൽ കുറച്ച് സമ്പത്ത് ഏൽപ്പിച്ചു, ഇന്നിന്ന ആളുകൾക്കും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കുമ്പോൾ ഏൽപ്പിച്ച വ്യക്തിക്ക് വലിയ സന്തോഷമുണ്ടാകും. ഇതുപോലെ അല്ലാഹുവിന് വലിയ സന്തോഷമുണ്ടാകും. അതായത് പടച്ചവൻ ഉന്നത പ്രതിഫലം നൽകും. മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച സമ്പത്ത് കൊടുക്കാതിരുന്നാൽ ഏൽപ്പിച്ച വ്യക്തിക്ക് കോപം വരും. അല്ലാഹുവിനും ഇതുപോലെ കടുത്ത കോപമുണ്ടാകും. എന്റെ ദാസന്മാർ, ഞാൻ അവർക്ക് സമ്പത്ത് കൊടുക്കേണ്ടതായിരുന്നു. അല്ലയോ സമ്പന്നരെ, നിങ്ങളുടെയും കൂടി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഞാൻ അവരെ ദരിദ്രരാക്കിയതാണ്. നിങ്ങൾ അവർക്ക് സമ്പത്ത് കൊടുക്കാത്തത് കൊണ്ട് എന്റെ കടുത്ത കോപവും ശാപവും നിങ്ങളുടെ മേലുണ്ടാകുന്നതാണ്. വലില്ലാഹി മീറാത്തുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അല്ലാഹുവിനാണ്. ഇന്ന് സമ്പത്തെ കയ്യിൽ വെച്ചവരെല്ലാവരും അത് പടച്ചവനെ ഏൽപ്പിച്ച് പടച്ചവന്റെ അരികിലേക്ക് പോകാനുള്ളവരാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലയോ അടിമകളെ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. സമ്പത്തിന് നിങ്ങൾ നല്ല വഴിയിലാണ് ചെലവഴിക്കുന്നത്, പടച്ചവൻ അറിയുന്നുണ്ട്. മോശമായ മാർഗത്തിലാണോ ചെലവഴിക്കുന്നത്, അല്ലാഹു അതും അറിയുന്നുണ്ട്. അല്ലാഹു സമ്പത്തിനെ നല്ല വഴിയിൽ ചെലവഴിക്കാൻ, പിശുക്കിൽ നിന്നും അകന്നു കഴിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.